ഇക്കഴിഞ്ഞ പുളിക്കലിൽ നടന്ന സംവാദ വ്യവസ്ഥയിൽ SKSSF വിഭാഗത്തിന്റെ മധ്യസ്ഥനായി നമുക്ക് കരുത്തു പകർന്ന ബഹുമാന്യനായ നൌഷാദ് സാഹിബ് തായക്കുടി സദസ്സിന് മുമ്പിൽ പ്രഭാഷണം നടത്തുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഈ മഹത്തായ വിശദീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഹാജി അവരുടെ, അതുപോലെ തന്നെ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന, ഈ വേദി ഉദ്ഘാടനം ചെയ്തിരുന്ന ഇസ്തിഖാമ എന്ന് പറയുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശ വിഭാഗത്തിന്റെ പടത്തലവൻ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് അവരുടെ, ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ പോകുന്ന SKSSFന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ബഹുന്യരായ മുസ്തഫ അഷ്റഫി കക്കുപ്പടി ഉസ്താദ് അവരുടെ, ബഹുമാനപ്പെട്ട ഒമാനൂർ ഉസ്താദ് അവരുടെ, അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരന്മാരായ നേതാക്കന്മാരെ, പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ ഘനഗംഭീരമായൊരു ഉദ്ഘാടന പ്രഭാഷണം കൊണ്ടും അതുപോലെ തന്നെ വിശദമായൊരു സ്വാഗത പ്രഭാഷണം കൊണ്ടും അതിനേക്കാൾ ഗംഭീരമായൊരു അധ്യക്ഷ പ്രസംഗം കൊണ്ടും ഇപ്പോ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി വിഭവസമൃദ്ധമായ എല്ലാ ചേരുവകളും ഒരുക്കിക്കൊണ്ട് വളരെ രസകരമായ രൂപത്തിൽ വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുപ്പടി അവர்களுം നമ്മുടെ വേദിയിലുണ്ട്. അതുകൊണ്ട് കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും ഇവിടെ ഇങ്ങനെ ഇന്നലത്തെ പ്രഭാഷണം കേട്ടപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരിക്കലും ചെവിട്ടാണിക്കുന്നിക്കൊരു കുട്ടികളെയും കെട്ടിക്കൂല. കാരണം നിശ്ചയം കഴിഞ്ഞാൽ നിക്കാഹൊന്നും വേണ്ട എന്നൊരു ഏർപ്പാടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ സുന്നത്തമായത്തിന്റെ പ്രവർത്തകരാരെങ്കിലും ആണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം നിക്കാഹ് ചെയ്ത് കൊടുക്കും. എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ നിക്കാഹ് എന്താണ്, നിശ്ചയം എന്താണ് എന്നറിയാത്ത ചില ആളുകളാണ്. സംവാദം എന്താണ്, സംവാദ വ്യവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാത്ത ആളുകളാണ് സത്യത്തിൽ അതിന് വന്നിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവര് വന്ന സമയത്ത് ഇവർ സത്യത്തിൽ ഇതിപ്പോ ആരാണെങ്കിലും അങ്ങനെ വരുള്ളൂ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഈ ഏറ്റെടുത്ത ആളുകളുണ്ടല്ലോ വ്യവസ്ഥ, സംവാദത്തിന് പിന്നെ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖാമുഖത്തിൽ ഏറ്റെടുത്തത്, അതിൽ ഇവർ വ്യവസ്ഥയിൽ വെച്ച് നിർവഹിക്കേണ്ട പ്രധാനമായൊരു ഭാഗമാണ് വാദം. അത് ഇവിടെ വെച്ചിട്ട് തന്നെ അവർ അംഗീകരിച്ചു. ഇവിടെ വെച്ച് അവർ അംഗീകരിച്ചപ്പോ ഓരോ നേതാക്കന്മാരോട് പോയി പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു വാദം അംഗീകരിച്ചിട്ട് അതുമായി സംവാദം നടത്തണം, സംവാദ വ്യവസ്ഥയാണ്, അപ്പൊ സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറായി എന്നാണ്. നേതാക്കന്മാർ പറഞ്ഞു, നിങ്ങളാ പറഞ്ഞ വാദത്തിനുണ്ട്, വാദങ്ങൾ അംഗീകരിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി വരില്ല. കാരണം ആ വാദം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വാദമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണ് മർക്കസിലുള്ളതെന്ന് വാദമായി അംഗീകരിക്കണമെങ്കിൽ 3 മണിക്കൂർ ഞങ്ങൾ ഇവിടെ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അതിനു മുമ്പ് 2 തവണ ഞങ്ങൾ 3 തവണ വേറെയും സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞങ്ങൾ അംഗീകരിക്കാത്തൊരു സംഭവം നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി നടത്തിക്കോളി എന്ന് പറഞ്ഞു. ഇനി സംവാദം നടന്നാൽ വിലന്നെ വേണ്ടിയല്ല. കാരണം ഈ വാദം വെച്ചുകൊണ്ട് വിജയിക്കാൻ കഴിയില്ലെന്ന് SSFന്റെ അല്ല, അവരുടെ സംസ്ഥാന ജമിയത്തുലമയല്ല, അഖിലേന്ത്യാ ജമിയത്തുലമയുടെ നേതാക്കന്മാർ ഭൂമിക്ക് ഇറങ്ങി വന്നാലും കഴിയില്ലാന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത് പരിപൂർണമായും വ്യാജദേശമാണെന്ന് നമ്മളെക്കാൾ ഉറപ്പുള്ള ആൾക്കാരാരാ? പോലാണ്. അതുകൊണ്ടല്ലേ പൊന്മളുടെ ക്ലിപ്പിൽ എന്താ പറയുന്നത്? പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതിനെ കുറിച്ച് പറയണം അമ്മൂന്റെ മുടിയാണ്. ഞമ്മക്ക് ആരുതാന്ന് അറിഞ്ഞില്ല. ഏതായാലും റസൂലുള്ളാഹിന്റെ അല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കുന്നു. പക്ഷെ പെണ്ണിന്റെ പേരും കൂടി കൃത്യമായിട്ട് മൂപ്പർക്ക് അറിയാം. സനതുണ്ടാവും, അല്ലെങ്കിൽ മൂപ്പരെ പറയില്ലല്ലോ. അതുപോലെ തന്നെ ആ മുടിയെ കുറിച്ച് ഇവര് ആളുകൾ പറഞ്ഞു, പിന്നെ മൂപ്പര് പറഞ്ഞു മുസീബത്ത് മുടി. മുസീബത്ത് മുടി. മൊത്തം മുടിയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് മൂപ്പരൊരു പേരിട്ടു.
എന്താണ് ഒരു മുടി പരിപാടിക്ക് അയാൾക്കൊരു പേരുണ്ട്, മുടി വിശദീകരിക്കുന്ന പരിപാടികൾക്കൊക്കെ അദ്ദേഹത്തിന് ഒരു പേരുണ്ട്. എന്താണ് പരിപാടിയുടെ പേര് പറയുന്നത്? റോങ് ഏർപ്പാട്. റോങ് ഏർപ്പാട് എന്ന് പറഞ്ഞാൽ നല്ല മുത്തക്കിങ്ങൾ നടത്തുന്ന പരിപാടി എന്നല്ല, പേച്ച പരിപാടിയാണ്. പിഴച്ച പരിപാടിയാണത്. ഇത് ഈ മുടിയുമായി ബന്ധപ്പെട്ട ഓരോ വീക്ഷണം ആരത്? അവരെ സംസ്ഥാന പ്രസിഡന്റിന്റെ വീക്ഷണം. അപ്പൊ അവരാരും ഈ പരിപാടിക്ക് വരില്ല, വന്നോ പിന്നോട്ട് വരൂല്ല. അതാ രസം. വന്ന ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ നമ്മളാൾക്കാരാവും. ഇവരിപ്പോ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് അങ്ങനത്തെ ഒരു മധ്യസ്ഥനെ കൊടുക്കുന്നതാണ്. കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു മധ്യസ്ഥനെ, കുറച്ചൊക്കെ തിരിയണ മധ്യസ്ഥന്മാരെ കൊടുന്നപ്പോൾ പോലെ നമ്മളെ വേദിയിലേക്കാണ്. അതരസം. ഇവര് രണ്ട് സംവാദത്തിന് 2-3 സംവാദ വ്യവസ്ഥക്ക് മധ്യസ്ഥനായി കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് യാമന്തളി പിന്നോക്കും വേണ്ടി നമ്മളെ വേദിയിൽ നമ്മളെ മധ്യസ്ഥനായിട്ട് കേൾക്കുന്നു സംവാദ വ്യവസ്ഥയിലേ. അപ്പൊ അങ്ങനെ സംവാദ വ്യവസ്ഥകൾക്ക് കുറച്ച് വിവരവും വിവേകവും ഉള്ള ഒരാൾ ഇനി ഇവർ കൊണ്ടുവരാ. മാത്രമല്ല വന്ന ആളുകൾ തന്നെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംസാരത്തിന് തയ്യാറാവില്ല. വന്ന ആളുകൾ പിന്നെ ഒരിക്കലും വരൂല. അപ്പൊ വന്ന നൗഷാദാസിന്റെ സ്ഥിതി എന്താ? വന്ന നൗഷാദാസൻ 2 വട്ടം നൗഷാദാസനെയായിരുന്നു അല്ലേ? 2 വട്ടം നൗഷാദാസനെയായിരുന്നു. ആ 2 വട്ടം നൗഷാദാസൻ തേച്ച് 2 വട്ടം പറഞ്ഞാൽ പിന്നെ മുടി വ്യാജാണെന്ന് തുറന്നു പറഞ്ഞു. ഇവരൊക്കെ ഓരോ വട്ടം വന്നു. 2ാമതൊരു വട്ടം കൂടി സാലിബപുല്ലി വന്നുകൂടി സാലിബപുല്ലി ഉണ്ടാവും, അത് വ്യാജാണ്. ഇപ്പൊ സാലിബപുല്ലി ഇന്നലെ ഇവിടെ പ്രസംഗിക്കാണ്. നൗഷാദാസനെ കുറിച്ചിട്ടാണ് ആ തോണ്ടല്. ഇവരൊക്കെ കാര്യം അറിയുന്നതിന് മുമ്പ് പറഞ്ഞു നടന്നതാണ്. ഞാനൊക്കെ ബോധ്യപ്പെട്ട ശേഷമാണ് പറയുന്നത്. എന്നാ കുറച്ചും കൂടി നല്ലത് അങ്ങനെയായിരുന്നു. കാര്യം ബോധ്യപ്പെടുന്നതിന് മുമ്പ് പറയാം റസൂലുള്ളാഹിന്റേതാണെന്നൊക്കെ ഒരു സംശയത്തിന്റെ പേരിൽ. പക്ഷേ ബോധ്യപ്പെട്ട ശേഷം, ഈ കാര്യം പരിപൂർണമായി ബോധ്യപ്പെട്ട ശേഷം റസൂലുള്ളാഹിന്റേതല്ലാന്ന് പരിപൂർണമായി തിരിഞ്ഞ ശേഷം അത് റസൂലുള്ളാഹിന്റേതാണെന്ന് പറഞ്ഞ് എത്രമാത്രം അപകടകരമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനസ്സിലാക്കണം. ഞാനതൊന്നും കൂടുതൽ വിശദീകരിക്കുകയല്ല. പ്രിയമുള്ളവരെ, ഈ സംവാദ വ്യവസ്ഥ ഇവിടെ നടന്നു. ഈ സംവാദ വ്യവസ്ഥയിൽ ആദ്യം ഉണ്ടായ സംഭവം എന്താ? കൃത്യമായി 9 മണിക്കാണ് അവിടെ എത്തുന്നത്. നമ്മളെ ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി രാവിലെ 5 മണിക്ക് എന്നെ വിളിച്ചു ചോദിക്കാം, നൗഷാദ് നിങ്ങൾ പോന്നോ? നിങ്ങൾ പുറപ്പെട്ടോ? നിങ്ങൾ എത്ര മണിക്ക് എത്തുക? നമ്മൾ പോകാൻ സമയമില്ല, 5 മണിക്ക് പോകണമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അത്രമാത്രം 5 മണിക്ക് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ വഴിക്ക് വെച്ച് നിർവഹിക്കാം. എന്തായാലും ഒരു തടസ്സവും അങ്ങാടിപ്പുറത്തിലൂടെ പോരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവിടെ അങ്ങാടിപ്പുറം റെയിൽവേ പണി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബ്ലോക്കിലും നമ്മൾ പെടാതെ നമുക്ക് കൃത്യമായി സമയത്ത് അവിടെ എത്തണം. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എത്തി അവിടെ കുറച്ചു നേരം കാത്തുനിന്നാലും കുഴപ്പമില്ല, നമ്മൾ വേഗം പോകാന്ന്. അത്രമാത്രം കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജം പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് ഒരു ഉമ്മത്തിനെ മുഴുവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ്. അത് നമ്മളെ ആളുകൾക്ക് എന്തൊരു ഇഖ്ലാസാണ് ആ കാര്യത്തിൽ. അല്ലെങ്കിൽ ഇവിടെ 11-10 മണിക്കെത്തിയാൽ എന്താ സംഭവം നടക്കൂലേ? അത്രമാത്രം ഇഖ്ലാസോടുകൂടി ഒരു സമൂഹം ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് പണ്ഡിത ധർമ്മമാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ആളുകളാണ്. ആ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആളുകളാണ് നമ്മളെ പ്രവർത്തകർ. ഇവർക്കെന്താ സംഭവം? ഏതായാലും വ്യാജമല്ലേ, ഇനി 15 വ്യാജാവില്ലല്ലോ. അതുപോലെ എത്ര സമയം വൈകി വന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഇങ്ങനെ വന്ന് നോക്കുമ്പോ ഒരാൾക്കാർ നമ്മളിങ്ങനെ ചോദിക്കാല്ല, നിങ്ങളെ പണ്ഡിതന്മാരെവിടെ? അതിൽ ഇവർ പറയാം, മധ്യസ്ഥനായിട്ട് ഇന്നാണ്, മറ്റേ അപ്പുറത്തിരിക്കണത് ഇന്നാളാണ്, ഇപ്പുറത്തിരിക്കണത് ഇന്നാളാണ്, പിന്നെ ഇരിക്കണത് ഇന്നാളാണ്, പിന്നെ ഇരിക്കണത് മുസ്തഫ അഷ്റഫാണ്, പിന്നെ ഇരിക്കണത് പിന്നെ ഇരിക്കണത് ഇവലിങ്ങനെ പറയാം. എന്നിട്ടിത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ തമാശ, ഇവലിങ്ങനെ ബേജാറായി ഇനിയിപ്പോ നമ്മളൊക്കെ ചെയ്യാം, ഇവരെ മുമ്പിക്കാണല്ലോ നമ്മൾ ചെല്ലേണ്ടത്, ചെന്നാൽ നമ്മൾ പെട്ടു എന്നുള്ള കാര്യം 100% ഉറപ്പാ. പിന്നെ ഞാകല്ല മാർഗം എന്താ? പിന്നെ ഇങ്ങനെ നോക്കുമ്പോ അതിനൊരു 3-4 ആളിനെ കയറ്റിവിടുക, സംഭവം കൊളാക്കി പോരാൻ പറയാം. ഓലോട് പറഞ്ഞ നിങ്ങൾ എന്ത് ചോദിച്ചാലും സനത് 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 എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും കൊണ്ടുവരുത്. എന്ത് ചോദിച്ചാലും സനത് സനത് സനത്. പഴയ കുട്ടികൾക്ക് കൊണ്ടോ ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്താലും, എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ഈ ഉത്തരം പറഞ്ഞോളുകൊണ്ടു. ഒരു ഉദാഹരണം പറയാം, നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിക്കും, അപ്പൊ എന്റെ കുട്ടി ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞോളുകൊണ്ടു എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണം. ഇപ്പൊ എന്ത് ചോദിച്ചാലും ഉമ്മൻചാണ്ടി എന്നല്ലേ പറയുള്ളൂ. നമ്മൾ ചോദിച്ചത് എന്താ? തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ്. ഇപ്പം പറഞ്ഞു ഉമ്മൻചാണ്ടി. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയെ ചോദിക്കുന്നത് ഉമ്മൻചാണ്ടി. ഇപ്പം പഠിച്ച ഉത്തരവാണ്. നമ്മുടെ ചോദ്യം തെറ്റിക്കാന്നാ പറയണത്. ഇവന് ഈ ഉത്തരല്ലാതെ പറയാൻ കഴിയില്ല, പിന്നെ നമ്മൾ തിരുത്തണം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ പ്രമാണം എഴുതാൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങൾ. ഇവർ പ്രമാണം എഴുതാൻ പറഞ്ഞ സമയത്ത് ഇവർ മനസ്സിലാക്കി നമ്മളെന്താ പറയാ, 1 സനദ്, 2 അതിന്റെ മറ്റേ ഖുസൂസിയത്തുകൾ, ഇതാണ് പ്രമാണം എഴുതാൻ. ഇവർക്ക് പ്രമാണം എന്താണ്, പ്രമേഹം എന്താണെന്ന് തിരിച്ചറിയാത്ത ആൾക്കാരാണ്. എന്നാലോചിച്ചു എന്തായി സംഭവം എന്നറിയില്ല. മറ്റേ ചെങ്ങായി നമ്മളെ മധ്യസ്ഥ ഉണ്ടായിരുന്നു. മധ്യസ്ഥനൊരു പാവം, അയാളോട് അങ്ങനെ പറഞ്ഞപ്പോ അയാൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ എന്താണെങ്കിൽ അതൊക്കെ കേൾക്കാൻ തയ്യാറുണ്ട്. നിങ്ങൾ അവരുടെ പ്രമാണം എഴുതുവാണെങ്കിൽ അതിലോരോട് നിങ്ങളെ പ്രമാണം എഴുതി തരുമോ? തരൂല.
നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതി തരുന്ന ഒന്നും എഴുതി തരുന്നുണ്ടാവും. ഈ പാവങ്ങൾ കുടുങ്ങി. അവസാനം ഇയാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് സനത് തന്നാ മതിയോ? നമ്മോട് ചോദിച്ചാണ്. അല്ല, ഈ പ്രമാണങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കിതാബ് കൊണ്ട് പോലും തെളിയിക്കാൻ തയ്യാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇയാൾ പറയാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കിതാബുകൾ ഒക്കെ പാടെ കൊണ്ടുവരേണ്ടി വരുമോ? ഇയാൾ ചോദിക്കാനേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കിതാബൊക്കെ അട്ടിക്കട്ടിക്ക് കൊണ്ടുവരേണ്ടി വരുമോ? അതൊക്കെ ഉണ്ടാക്കിപ്പില് അട്ടിക്കട്ടിക്ക് ഇട്ട് കൊണ്ടുവരേണ്ടി വരുമോ? ഞാൻ പറയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ട് തെളിയിച്ചാൽ മതി സുഹൃത്തെ. ഏതാണ് ഇത് തെളിയിക്കാൻ പറ്റുന്ന കിതാബ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രമാണം അതുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ അട്ടിക്കിട്ട് കൊണ്ടുവരാൻ പറ്റും. എന്റെ ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ ഏതായാലും ഇവരിപ്പതിൽ പിന്നെ സക്കാഫി പറഞ്ഞത് നമ്മളാ ഇയാളുണ്ടല്ലോ മമ്പാട്ടേരം പ്രസംഗിക്കുക. ബഹുമാനപ്പെട്ട എന്താണ് മറ്റേ സാലിബ കുല്ലി ഈ ജാഫർ സക്കാഫി എന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? മൂപ്പർക്ക് വരെ പിന്നാലെ നടക്കാൻ ഒഴിവുണ്ടോ? അദ്ദേഹം നൂറുകണക്കിന് കുട്ടികളുടെ ഉസ്താദാണ്. അദ്ദേഹം ഭയങ്കര ബിസിയാണ് ആള്. ബിസി ചിലപ്പോ പകര മുഹമ്മദ് ഹസന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഞാൻ പറയാതെ തന്നെ ചുരുച്ചും. കാരണം പകരയുടെ ശിഷ്യനാണെങ്കിൽ ഇത്രയും ഉണ്ടാകുക എന്നറിയാലോ. ബിസി എന്തിലേക്കാരപ്പോ പകരന്റെ ശിഷ്യന്മാർക്ക് ബിസി എന്തിലാന്ന് ചോദിച്ചാൽ പിന്നെ ആൾക്കാർക്ക് അറിയാതിരിക്കോ? അപ്പൊ പിന്നെ നമ്മൾ പറയുന്നില്ല അയാൾ ആരെ ശിഷ്യനാണ് മുണ്ടരുത്. അപ്പൊ ഈ മനുഷ്യന് ബിസിയാണ്. എന്നിട്ട് ബിസിയായ മനുഷ്യൻ എന്താ കാട്ടിക്കണം? അദ്ദേഹം ഇയാളെ സ്ഥാപനത്തിൽ ഇരുന്നുകാണ്ട് കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുക അല്ല, മൂപ്പരോട് വന്നുകാണ്ട് ഇതിന്റെ താഴത്ത് വന്നിരിക്കുക. ഇതേ മനുഷ്യൻ പറയാൻ അദ്ദേഹം സാലിബ കുല്ലി വിളിച്ചത് താഴത്തുനിന്ന്. ജാഫർ സക്കാഫിനെ സാലിബ കുല്ലി എന്ന് വിളിച്ചു. നിങ്ങൾ സാലിബ കുല്ലി അയാളെ വിളിച്ചു. അപ്പൊ താഴത്ത് വന്നിട്ടല്ലേ വിളിച്ചു. അപ്പൊ ഇയാളെ ബിസി ഇല്ലാന്നുള്ള കാര്യം ഉറപ്പായല്ലോ. പിന്നെ ഇയാളെ ബിസി എന്തായിരുന്നു? മോൾക്ക് വരാൻ ഇയാൾക്ക് ബിസി ആയിരുന്നു. അത് എന്തിനാ ബിസി എന്നോ? 2 മുട്ടുംകാലിലായിരുന്നു. അത് ഇങ്ങനെ വിറക്കുക. എം ടി ഉണ്ട് അവിടെ, എം ടി പോക്കെ കാര്യമുണ്ട് അവിടെ. 2 മുട്ടുംകാലിൽ ബിസി എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതുവരെ മുപ്പറക്കിയാൽ ഒരു ബിസി ഇല്ല, എന്തെങ്കിലും ബിസി ഇല്ല മനുഷ്യൻ ആ ഒരു കല്യാണ മണ്ഡപത്തിന്റെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ആളിന്റെ താഴെ വന്നിപ്പോ ഒരു തിരക്കും മൂപ്പർക്കില്ല. ഒരു പരിപാടി പങ്കെടുക്കാനാണ് തിരക്കില്ല. നമുക്കൊക്കെ ഒരു പരിപാടിയിൽ എന്തെങ്കിലും ഒരു പരിപാടി പങ്കെടുക്കാനാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബിസി മാറ്റി വെച്ചോണം. വെറുതെ താഴത്ത് നിന്നാണ് അന്തം മുട്ടിക്കാൻ ഒരു മനുഷ്യന് ബിസി ഒരു എത്രയും ഒഴിവുണ്ടെങ്കിലല്ലേ വെച്ചോളൂ. ഒരു കാര്യം നടക്കില്ല. താഴത്ത് നിന്ന് അന്തം മുട്ടിക്കുക. അതിന് മൂപ്പർക്ക് ഒരു ബിസി ഇല്ല. അപ്പൊ ബിസി ആയിട്ടല്ല, സത്യത്തിൽ മുട്ടുംകാലിൽ ബിസി എന്നുള്ള കാര്യം അവിടെ കൃത്യമായിട്ട് ആൾക്കാർക്ക് ബോധ്യപ്പെടും. മേലക്കണ് കയറിയ സാലിബ കുല്ലി എന്താന്ന് ചോദിക്കും. എന്നിട്ട് മൂപ്പർ ഇവിടെ പ്രസംഗിക്കാം. ഞാൻ പറഞ്ഞില്ലേ സാലിബ കുല്ലി ഒറ്റക്കൊന്നാ കാണിച്ചു തരാം. എന്താ ട്രൗസർ തൊളി വെക്കണതാണ്? ഒറ്റക്കൊന്നാ കാണിച്ചു തരാം. ഇയാൾ ഇവിടെ പറയുന്നത് സാലിബ കുല്ലി എന്താണെന്ന് വിശദീകരിച്ച പോലെ ഒറ്റക്ക് മൂപ്പരെ കൂടിയതല്ല സാലിബ കുല്ലിയാണെങ്കിൽ. എന്ത് മനുഷ്യന്മാരാണ് ഈ ആളുകളോട് പറയുമ്പോൾ എന്തെങ്കിലും. അപ്പൊ വഹാബ് മനസ്സിലാക്കി സാലിബ കുല്ലി എന്നൊരു സാധനമാണ്. എന്നിട്ട് വഹാബ് പ്രസംഗിക്കുമ്പോ പറയാം സാലിബ കുല്ലി എന്ന സാധനം എന്താണെന്ന് വരെ അറിയോ? സാലിബ കുല്ലി എന്ന സാധനം എന്താണെന്ന് വരെ അറിയോ? അത് നീണ്ടിട്ടാ കുറഞ്ഞിട്ടാ ഈ ട്രൗസർ നുള്ളി വെക്കണത് എന്തായാലും എന്താ സാലിബ കുല്ലി എന്താണെന്നല്ല ഇവിടെ ചോദിക്കണത്. അത് വിശദീകരിക്കണമെങ്കിൽ ആണത്തെ പോലെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് വിശദീകരിച്ചതുപോലെ വിശദീകരിക്കണമെങ്കിൽ തലയിൽ കുറച്ച് ആൾപ്പാർപ്പുമാണ്. അതിന് ഗ്രാമർ ഉണ്ടായിട്ട് കാര്യമില്ല, ഗ്രാമറാ വേണ്ടത്. അത് വലിക്കില്ല. ഇവർ മൊത്തത്തിൽ ഒരാൾക്കാരെ മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കുന്ന നല്ല വണ്ടി, നല്ല ഡ്രസ്സ്, ഇതൊക്കെയാണ് മൊത്തത്തിൽ ഒരു ആലിമിന്റെ ലക്ഷണം എന്നിങ്ങനെ ഇവർക്കിങ്ങനെ തോന്നും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സംവാദം കഴിയുന്നത് വരെ ഞാൻ മധ്യസ്ഥനായപ്പോ ഒന്നാമത്തെ കാര്യം എന്താ? വാദം എന്താ? 2 കൂട്ടരും വാദം ചെയ്യാം. ഒന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാദം, സുന്നത്ത് ജമാഅത്തിന്റെ വാദം. മർക്കസിലുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അല്ല. ഓലെ വാദം എന്താ? മർക്കസിലുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ആണ്. ഇവരെ വാദമാണ്. മുമ്പൊരു വാദം ഉണ്ടായിരുന്നു മണ്ണാർക്കാട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവേഷങ്ങളല്ല മർക്കസിലുള്ളത്. ഓലതോ അത് വർക്ക് തീർക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂല. ഓലെ വാദം അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അത് ഓലെ വാദമല്ല, അതുപോലെ പൂജ. നമ്മൾ പറഞ്ഞത് മറുവാദം എഴുതാനായി. മറ്റേതുപോലെ പൂജ എഴുതാൻ ആഗ്രഹം അതുണ്ടാവൂല. നമുക്ക് തെളിയിക്കാൻ കഴിയാതെ തന്നെ കഴിച്ചിലായി. അത് ആഗ്രഹമാണെങ്കിൽ ആഗ്രഹമല്ല പറയേണ്ടത്, നിങ്ങളെ വാദമാണ് എഴുതേണ്ടത് പറഞ്ഞപ്പോൾ ഒരു കുടുങ്ങി. ഓല അഭിപ്രായം ഇതുവരെ പൂജ എഴുതിയാൽ മതിയായിരുന്നു. ഏതായാലും ഇവിടെ വന്നപ്പോ ഏതായാലും വാദമാണ്. ഇനി അടുത്തെന്താ പ്രമാണങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോഴല്ലേ ഇവർ അന്തം കൊണ്ട് പ്രമാണം എഴുതാൻ പറഞ്ഞാൽ നമ്മളെ പ്രമാണം കൃത്യമായിട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഏത് ഗ്രന്ഥവും പ്രമാണമായി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മൾ ആൾക്കാരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അതോടുകൂടി ഒരു അന്തം വിട്ടു. ഇനി നമ്മളെന്താ പറയാനുള്ളത്? ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രമാണം ഉണ്ടോ? ഒരു മുണ്ടൂല. ആ പ്രമാണം ഞങ്ങൾ അംഗീകരിക്കൂല. അപ്പൊ ഞങ്ങൾ ഏത് പ്രമാണം അംഗീകരിക്കുന്നു? ഞങ്ങൾ അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പറയുന്നു. എന്ത് പറയുന്നു? പിന്നെ ഇയാളാണ് പ്രസംഗിച്ചു. ഇയാൾ എന്താ പ്രസംഗിക്കുന്നു ഓൽക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. അപ്പൊ ഈ ചങ്ങായി ഇങ്ങനെ കഴിച്ചു.
ഞങ്ങൾക്ക് അറിയുന്നത് നമ്മളെ മറ്റേ മധ്യസ്ഥങ്ങനെ കയ്യാട്ട് ഇപ്പൊ തരും പ്രമാണം എനിക്ക് കത്തിലെടുത്തിട്ട് ഇയാൾ കുറച്ച് കഴിഞ്ഞാൽ കച്ചണ്ടിടും. കാരണം പിന്നെ ഇയാൾ നമ്മൾ ചോദിക്കും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളാണ് ഞങ്ങളുടെ പ്രമാണങ്ങൾ, നിങ്ങളത് നോക്കും. പിന്നെ ഇയാൾ കയ്യാട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ 2 മിനിറ്റ് ആണല്ലോ പാവം, 2 മിനിറ്റ് എന്ന് പറഞ്ഞു പോയിക്കോ, 2 മിനിറ്റ് കഴിഞ്ഞാൽ കച്ചടി. അതിൽ ഇയാൾക്ക് മനസ്സിലായി വിലക്കൊന്നും പ്രമാണം കിട്ടൂല. അതിൽ തിരിച്ചിട്ട് ഇയാൾ ദയനീയമായ ഒരു ചോദ്യമുണ്ട്, അല്ല വേറെന്തെങ്കിലും തന്നാ മതി ഇങ്ങോട്ട്, കാരണം പ്രമാണമല്ലേക്കല്ല, അപ്പൊ വേറെന്തെങ്കിലും തന്നാ നിങ്ങൾക്ക് സമാധാനമാവോ ഇയാൾ ചോദിക്കണേ. എന്തോ ഒരു കഥ പടച്ചിറപ്പ്. ഞാൻ കരുതാം സത്യത്തിൽ എന്താ അയാളെ ഒരു കൂലിക്കൊരാളെ വിളിച്ചാൽ പിന്നല്ല സ്ഥിതിയല്ലേ, കാരണം പിന്നെ അയാൾ പോലുമല്ലോ. അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എത്ര നമ്മൾ ഇത്രമാത്രം ഇവരതമ്പതിച്ചൊരു കാര്യമാണ് അല്ലേ. ഏതായാലും എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോ പിന്നൊരു ആരോപണമുള്ളത് ഞാനൊരു കാര്യമായിട്ട് സൂചിപ്പിക്കുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട അധ്യക്ഷനെ കുറിച്ച് വന്നതാണ്. അധ്യക്ഷൻ പറയേണ്ടതരെ പിന്നെ ബുഹാരിയുടെ ഹദീസിന് സനദല്ല തെളിവ് അല്ലേ. ഇവിടെ പറഞ്ഞാലേ അധ്യക്ഷൻ അങ്ങനെ ബുഹാരിയുടെ സനദ് അതേമാതിരി മുസ്ലിമിന്റെ സനദ് എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ ആരെ പ്രശ്നിച്ചോ കൂടെ പറഞ്ഞത്. അപ്പോ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ സനദ് എന്നൊക്കെ പറഞ്ഞു, ഇയാൾക്ക് എന്ത് ബുഹാരിയ മുസ്ലിമാനൊക്കെ ചോദിച്ചിട്ട് കുറെ പ്രസംഗിക്കുന്നു. അപ്പൊ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബുഹാരിക്ക് തെളിവ് സനദല്ലേ, അതേപോലെ തന്നെ മുസ്ലിമിന് തെളിവ് സനദല്ലേ എന്നൊക്കെ ചോദിച്ചത് ആരാന്നറിയങ്ങൾ? ഇതിന് മുമ്പൊരാൾ ചോദിച്ചിട്ടുണ്ട്, നമ്മളെ അധ്യക്ഷനല്ല. ഇതിന് മുമ്പൊരാൾ ചോദിച്ചിട്ടുണ്ട്, ഇവരൊക്കെ ഉസ്താദ് ബഹുമാനപ്പെട്ട മർഹൂം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ പ്രസംഗം ഞങ്ങളെ കയ്യിലുണ്ട്. എന്താ ബുഹാരിക്ക് സനദ്, ബുഹാരിക്ക് തെളിവ് സനദല്ലേ, മുസ്ലിമിന് തെളിവ് സനദല്ലേ, അതുപോലൊരു സനദ് കൊണ്ടല്ലേ ഇവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേശം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതിനേക്കാൾ വലിയ തെളിവ് വേറെന്ത് വേണം? ഇത് ചോദിച്ചാൽ ആൾക്കാർ വഹാബി ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാൻ. നിങ്ങൾ ആർക്കാ മയ്യത്ത് സ്കരിച്ചിരിക്കുന്നത്? അയാൾ ഹയാത്തിലുണ്ടെങ്കിൽ ഇനി സ്കരിക്കൂലെന്ന് അറിയായിരുന്നു. അയാൾ മരിച്ചു മയ്യത്ത് സ്കരിച്ച് കഴിഞ്ഞില്ലേ, ഇനി അതൊക്കെ തിരിച്ചു സ്കരിക്കാൻ പറ്റുമോ? ഇനി അതൊക്കെ തിരിച്ചു നിസ്കരിക്കാൻ പറ്റുമോ? ഇതിന്റെ തെളിവ് കൃത്യമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്ന തെളിവുണ്ട്. ഇവർ പറഞ്ഞ് ഞാനൊരു ക്ലിപ്പ് മുഴുവൻ, ഞാനൊരു ഫോൾഡർ മുഴുവൻ സനദുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലിവര് സനദ് വേണം, സനദാണ് വായിച്ചത്, ഇപ്പോൾ കേട്ടത് സനദാണ്, ഇനി കേൾക്കുന്നത് സനദാണ്. സനദ് കൊണ്ടല്ലേ തെളിയിക്കേണ്ടത്, സനദല്ലേ തെളിവ്, സനദല്ലേ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നതിന്റെ ആധികാരികമായ അടിസ്ഥാനം. ഇതൊക്കെ പറയുന്ന ഒരു ഫോൾഡർ മുഴുവൻ നമ്മളെ കയ്യിലുണ്ട്. അതൊക്കെ പല നേതാക്കന്മാർ പറഞ്ഞതാ. അപ്പൊ ഇനി ഇവർക്കൊക്കെ മയ്യത്ത് സ്കരിക്കാൻ പറ്റും? ഇവർക്കൊക്കെ മയ്യത്ത് സ്കരിക്കാൻ പറ്റുമോ? ഇവരവസ്ഥ എന്താ? സനദ് വേണമെന്ന് പറയാത്തവരായിട്ട് അവരിൽ ആരുമില്ല. പിന്നെ കുടുങ്ങിയ പിന്നെ ചോദിക്കരുത് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ. സനദ് ഇതാ വായിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആര് വായിച്ചത്? പേരുടെ ഗ്രാമ സക്കാഫി ഇതാ സനദ് വായിക്കുന്നു. വായിക്കണ ആള് പറഞ്ഞു ഞാൻ സനദ് വായിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എം പി ഇപ്പോൾ ഇവിടെ വായിച്ചത് സനദാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു ഇന്നലെ അവിടെ വായിച്ചപ്പോൾ സനദ് വായിച്ച് അവതരിപ്പിച്ചു, മിഞ്ഞാന്ന് അവിടെ സനദ് വായിച്ച് അവതരിപ്പിച്ചു. ഇത് പറയാത്തവരായിട്ട് ഓരോ നേതാക്കന്മാരുമില്ല. അത് സനദ് അല്ലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. സനദ് അല്ലായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ എന്താ ഇന്ന് സനദ് ചോദിക്കരുത് എന്നാ അതിന്റെ മുമ്പ് പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞ നിങ്ങളാ വായിച്ച സനദ് ഉണ്ടല്ലോ, അത് സനദാണോ അല്ലേന്നാ ഞങ്ങൾ പരിശോധിക്കുന്നത്. നിങ്ങളെ സനദ് ചോദിക്കല്ല, നിങ്ങൾ വായിച്ചത് സനദല്ല. വായിച്ചത് സനദല്ല. 2014 മോഡൽ ഒരു കാറ്, 2014 മോഡൽ ഒരു ഇന്നോവ 2010 മരിച്ച ഒരാളെ കയ്യിലുണ്ടായിരുന്നു എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? 2014 മോഡൽ ഒരു ഇന്നോവ 2010 മരിച്ച ഒരാളെ കയ്യിലുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഹജ്ജത്തുൽ വദാഇൽ വിതരണം ചെയ്ത തിരുകേശങ്ങൾ അതിന്റെ 7 വർഷങ്ങൾക്ക് മുമ്പ് ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പരിശുദ്ധ ദീനിനു വേണ്ടി ഷഹീദായ ബഹുമാനപ്പെട്ട റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു തആലാന്റെ കൈകളിലൂടെ കടന്നു വന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല നിങ്ങളെപ്പോലെ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ. അത് വിശ്വസിക്കലല്ല ഞങ്ങളുടെ പണി. എന്തല്ലാത്ത വർത്താനം വന്നാൽ വിശ്വസിക്കല്ല. അതേമാതിരി മറ്റൊരു സനദ് ഗുലാം മുഹമ്മദ് അനാത്തുകാരല്ല, അല്ല ഗുലാം മുഹമ്മദിന്റെ അല്ലേ, അയാളൊക്കെ ജാലിയവാല കിട്ടിയെന്ന് 40 കൊല്ലം മുമ്പ്. ഗുലാം മുഹമ്മദിന് എത്ര വയസ്സ്? 22. ജാലിയവാലക്ക് എത്ര വയസ്സ്? 80. ഇയാൾക്ക് ഈ മുടി കിട്ടിയതെന്ന് 40 കൊല്ലം മുമ്പേ. 22 വയസ്സായ ആളെ കയ്യുന്ന 40 കൊല്ലം കഴിയുന്ന 40 വർഷം മുമ്പ് ഒരാൾക്ക് മുടി കിട്ടി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം എത്ര പൊട്ടന്മാരെ നമ്മൾ. എന്നിട്ട് സനദ് ചോദിക്കരുത്. ചോദിച്ചാൽ എന്താ പ്രശ്നം? സനദ് ചോദിച്ച പ്രശ്നം ആകെ ഒരു പ്രശ്നമുള്ളൂ എന്നൊക്കെ പറയാൻ വയ്ക്കൂല എന്നത് പറഞ്ഞാൽ പോരെ. സനദ് ഇന്ന നീപ്പിച്ചരുതല്ലേ പണ്ടൊരാള്, ഇന്ന ഇവിടുന്ന് നീപ്പിച്ചരുതേ. എന്താ പ്രശ്നം? നിങ്ങൾ ഇന്നിവിടെ നീപ്പിച്ചാൽ എനിക്ക് കജ്ജും കാലും ഇല്ല, എനിക്ക് നീച്ചാൻ വയ്ക്കൂല. എനിക്ക് കാല് വേണ്ട നീച്ചിറങ്ങി. അതുമാതിരി നിങ്ങൾ സനദ് ചോദിക്കരുത് എന്നാണ് നമ്മൾ കരുതിയത് എന്നതോ. ഇവര് സനദ് ചോദിച്ചപ്പോ പറയുന്നിരുന്നത് അതല്ല, സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞോർത്ത് കുടുങ്ങി. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകപ്പെടുത്ത ആളുകൾക്കുണ്ട്. സനദ് വേണോ? ഞാൻ തിരിച്ചു ചോദിച്ചു ഇവരോട്. ഞാൻ മധ്യസ്ഥ നിലനിൽക്ക് ഞാൻ ഇവരോട് ചോദിച്ചു, അല്ല സനദ് വേണമെന്നാ വേണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം ചോദിച്ചു.
സെനത് വേണമെന്നാണോ വേണ്ടെന്നോ നിങ്ങൾ അഭിപ്രായം ചോദിച്ചു. അതിൽ വല്ല മുണ്ടിയ സെനത് വേണോ വേണ്ടേ, സെനത് വേണോ വേണ്ടേ, സെനത് വേണോ വേണ്ടേ, ഇതന്നെ കുത്തും കൈക്കോടും വേണ്ടത് മറ്റേത് പറയില്ല. അതുപോലെ സെനത് വേണോ വേണ്ടേ, ഇതല്ലാതെ വലിയൊരു ചോദ്യമല്ല. നമ്മൾ പറയും സെനത് വേണം, സെനത് വേണം, മറ്റുള്ള തെളിവുകളൊക്കെ വേണം, എല്ലാതും വേണം. ഇത് പറഞ്ഞ പിന്നെ പറഞ്ഞു സെനത് വേണോ വേണ്ടേ, സെനത് വേണം. ഈ ഇരുന്നോണ്ടുള്ള പ്രശ്നം എന്താ? ഇവരിതുകൊണ്ടൊക്കെ പാടെ വന്നു, സെനത് കൊണ്ട് വന്നു. ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ദാരിമി ഉസ്താദ് പറഞ്ഞതുമാതിരി സുന്നത്ത് ജമാഅത്തിന്റെ കിതാബുകൾ കൊണ്ട് സെനത് വേണമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സെനത് കൊണ്ട് ഒരിക്കലും പോയിക്കൂടെ? നമ്മൾ കുടിച്ചു വാങ്ങിയൊക്കുന്നില്ലല്ലോ. ഒരു വെള്ള പേപ്പറിൽ എഴുതിയ 46 പേരല്ലേ പറയുന്നത്, അതുകൊണ്ട് ഒരിക്കലും തിരിച്ചു പോയിക്കൂടെ? അത് കൊണ്ടുവരണമെങ്കിൽ വലിയ കണ്ടെയ്നർ ലോറിയൊന്നും വേണ്ടല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ ഈ ഏർപ്പാട് ഈ മോലിയർ നിർത്തുമെന്നില്ല പ്രശ്നം അല്ലേ? പിന്നെ ഒരു പ്രശ്നം എന്തേന്നു, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു മയ്യത്ത് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം. ഒരു സംഘടനയുടെ നേതാവ് മരിച്ചപ്പോ ഇവിടെ മൊത്തം മുസ്ലിം സമുദായത്തിന്റെ സംഘടനകളെ ഒരുമിച്ച് കൂട്ടി ഇവിടുത്തെ ഭൗതികമായ വിഷയങ്ങളിൽ ജനാധിപത്യ സംവിധാനങ്ങളിൽ പോരാടേണ്ട ഒരു നേതാവ് എന്ന നിലക്ക് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു ഇവിടുത്തെ സംഘടനകളായിരിക്കും. അപ്പൊ ഒരു ചോദിച്ചു, ഞങ്ങളുടെ സംഘടന നേതാവിന് എന്തേ മരിച്ചപ്പോ പിന്നെ ഹൈദരലി ശിഹാബ് തങ്ങൾ ആയിരുന്നു, ഇങ്ങനൊരു സംഘടന ഇങ്ങനൊരു സംഘടന ഉണ്ട്, അതിന്റെ ആ സംഘടന നേതാവ് മരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ആനക്കര കോയക്കുട്ടി ഉസ്താദ് ഇവിടെ ഹയാത്തിരിക്കുകയാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് മരിച്ചിട്ടില്ല. പിന്നെ ഏതോ ഒരാൾ ഞാൻ പ്രസിഡന്റാണ് അന്ന് വ്യാജന്മാരാരെങ്കിലും മരിച്ച അവിടെ പോയി കൊണ്ട് ഉത്തരവാദിത്തം നമുക്കില്ലല്ലോ. സംഘടനയുടെ നേതാക്കന്മാർ മരിച്ചാലല്ലേ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയത്തിന്റെയും മറ്റുമൊക്കെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് പോകണ്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കേണ്ടി വരില്ലേ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അദീൽ മഹാനവറുകൾ പ്രസിഡന്റ് ആയിരുന്നില്ല, മഹാനവറുകൾ വ്യാജനായിരുന്നു അംഗീകരിക്കേണ്ടി വരും. ഉള്ളാൾ തങ്ങൾ പോയി നോക്കിയാ. ഉള്ളാൾ തങ്ങളോട് നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്നില്ല. ഉള്ളാൾ തങ്ങൾ ജീവിതത്തിൽ ആ ഒരു നുണേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ സമസ്ത പ്രസിഡന്റാണ്. അത് മതിയല്ലോ എന്നേക്കുമായി, ആ ഒരു നുണ മതിയല്ലോ. ആ ഒരു നുണ നമ്മൾ അംഗീകരിച്ചാൽ നമ്മുടെ നേതാക്കന്മാരെ മുഴുവൻ തള്ളിപ്പറയേണ്ടി വരും. അതിന് കഴിയൂലെന്ന് എത്തിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കാത്തത്. വേറെ നമുക്ക് മൂപ്പരോട് വലിയ വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ ഏതായാലും എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ കൂടുതൽ വിശദീകരിക്കല്ല. ഈ കാര്യങ്ങളൊന്നും ഇവര് മാറ്റും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. ഇവര് മാറ്റൂല. ഇവര് സനത് നെസബയാക്കും. നെസബ അവസാനപ്പോ പോയിട്ട് നെസബിയല്ല എന്ന് പറഞ്ഞു മംഗലാപുരത്ത് വെച്ചിട്ട്. നെസബല്ല, നെസബ് വേറെ. മൂപ്പര് അബൂ തൽഹ റളിയല്ലാഹു തആലാന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, പരമ്പരയിൽപ്പെട്ട ആളാണ്. എവിടെ കെട്ടുമുടികളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആലാന്റെ പേരക്കുട്ടിയല്ലേ, പിന്നെ ഉണ്ടാവൂലെന്ന് വെച്ചു. അപ്പൊ റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് ഇവരുടെ പരമ്പരയിലൂടെ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ പൂർവിക പിതാവാണെന്ന് പറഞ്ഞത് മാറ്റിപ്പോ ഓരോ സമയത്തും മാറ്റി. ആദ്യം സനത് മാറ്റി നസബിയാക്കി, ഇപ്പൊ നസബ മാറ്റി നബീസിയാക്കി. ഇങ്ങനെ പോവുകയാണ് ഇവര്. ഓരോരുത്തർ ചെല്ലുമ്പോ കുടുങ്ങിയോട് വെച്ച് അവിടെ വെച്ച് മാറ്റുക. അപ്പ കണ്ടോൻ അപ്പാന്ന് വിളിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, ഈ പരിപാടിക്ക് പറയുന്നത് വേറൊരു പേരാണ്. ഏതായാലും എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഇവര് ഈ ഏർപ്പാട് നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച റാഹത്താകാൻ ആരും കരുതണ്ട. പഴയ കാലത്ത് ഒരു കള്ളുണ്ടായിരുന്നു, മൂപ്പരിങ്ങനെ കക്കും. കിട്ടുന്നോടത്തൊക്കെ മൂപ്പര് എല്ലാ സാധനവും പിന്നെ ഇങ്ങനെ നടന്ന് കക്കും. മൂപ്പർക്ക് ഒരു ഏർപ്പാട് രസമാണ്. മൂപ്പരിങ്ങനെ ഈ തേങ്ങ കാട്ടാൻ കൊണ്ടുപോയി കൊടുക്കുമല്ലോ. ആരെങ്കിലും വല്ല തള്ളാരും തേങ്ങ ആട്ടാൻ കൊണ്ടുപോയി കൊടുത്താൽ മൂപ്പര് എന്തോട്ടോ അവിടെ ചെന്നിട്ട് ഈ എണ്ണ വാങ്ങിയിട്ട് അത്രേ പുണ്ണാക്ക് ഞിമ്മോടുന്നോളൂ നടത്തണം. ഇയാൾ മകനാണെന്ന് പറഞ്ഞിട്ട് വ്യാജമകനാണ്, ഇയാൾ കള്ളനാണ്. പുണ്ണാക്ക് ഞിമ്മോടുന്നോളൂ എണ്ണ തന്നോളി. അപ്പൊ ഈ ചങ്ങായിമാർ ഏതായാലും പുണ്ണാക്ക് കൊണ്ടുവരാൻ വരുമല്ലോ, അപ്പൊ പൈസയും തരുന്നതിരുമ്പോ ഫ്രീ ആയിട്ട് എണ്ണോണ്ട് പോകും. ഇങ്ങനെ ഒരാളുണ്ടായി. ഇയാൾ അവസാനം ഇപ്പൊ അടുത്ത കാലത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ പട കൂടിച്ച് പിന്നെ പരിശുദ്ധ റമദാൻ 25-ാം തലേന്ന് പിടിച്ചു. അവസാനത്തെ പത്തിൽ പിടിച്ചു കാരണം ഇയാൾ നല്ല മനുഷ്യനാണ്. ഇപ്പൊ കുടിയിലൊന്നും കാണാനല്ല, വീട്ടുകാരൊക്കെ അൽഹംദുലില്ലാ ഇയാൾ എത്തിക്കാൻ പോയിക്കാന്ന് എത്തിയിട്ട് നല്ല സന്തോഷത്തിലിരിക്കുന്നു. അപ്പണ്ട് ഇയാളങ്ങനെ പിടിച്ചുകൊണ്ട് അങ്ങാടി കൊടുത്തിട്ട് ഇയാൾ ആദ്യം കുപ്പായ ഊരി, പിന്നെ ഇയാളെ തുണി ഊരി, എന്നിട്ട് വള്ളി ടോസറും അങ്ങനെ നിർത്തി. അപ്പൊ മൂപ്പര് പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പൊ ഞാനല്ലായിരുന്നെങ്കിൽ ആകെ വസലായിരുന്നു, ഞാനല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. വസലാവൂലേ? ഇത് ഞാനായതുകൊണ്ട് വസലായില്ലാണ്. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അല്ലെങ്കിൽ ഇപ്പൊ ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങോ ഒന്ന് ആലോചിക്കാൻ. ഇമാതിരി വർഷത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പോലും പച്ച നുണ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ട് ആ ഉളുപ്പുള്ള ഒരു മനുഷ്യന് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയോ? ഈ ചങ്ങായി പറഞ്ഞ മാതിരി മൂപ്പരല്ലെങ്കിൽ ഇപ്പൊ കാണാൻ പറഞ്ഞ അഭിമാനമുള്ള ഒരു മനുഷ്യന് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. എന്തിന്റെയൊക്കെ പേരിലാണ് വ്യാജം ഉണ്ടാക്കിയത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ വ്യാജം, അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വ്യാജം, പുസ്തകം വ്യാജമായി അടിച്ചിറക്കി, ഇവിടെ ഒരു അത്ഭുത ബാലനെ കൊടുന്നു. ഒരു അത്ഭുത ബാലനെ, അതും വ്യാജമായിരുന്നു. ഇവർ കൊണ്ടുവന്നതും ഇവർ ചെയ്യുന്നതും ഇവർ പ്രവർത്തിക്കുന്നതും കാളിയായതോ അതും വ്യാജം ഇല്ല. കാളി ഒരു കാളിയിലോട്ട് വരും കാളിയാകുക, അപ്പൊ വ്യാജകാളിയല്ലേ? എല്ലാം വ്യാജം. എന്തുണ്ടെങ്കിലും വ്യാജമല്ലാതെ മറ്റൊന്നും ഇവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അവസാനം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിന് പോലും വ്യാജമുണ്ടാക്കി.
തിരുശരീരത്തിന് പോലും വേദന ഉണ്ടാക്കി. ഏറ്റവും വലിയ ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കപ്പാണ് പറഞ്ഞിട്ടൊരു കപ്പ് കൊണ്ട് വന്നു അല്ലേ. അതെല്ലാം തിരിച്ചു കൊടുത്തു, ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൊടുത്തു. കാരണം എന്താ, അത് ബലി ചെയ്ത് എന്താണോ, ആദ്യം പൊന്മളയിൽ അതിന് എതിർക്ക ഉള്ളില് വേഗം പൊന്മളിനെ കൊണ്ടാണ് വെള്ളം കുടിപ്പിച്ചു. പൊന്മള ഉസ്താദ് വെള്ളം കുടിച്ചിരിക്കുന്നു. അപ്പൊ ഈ പൊന്മള ഗ്രൂപ്പ് എതിർക്കൂലല്ലോ. നേരെ മൂപ്പരൊരു ഐഡിയ സദസ്സിൽ വെച്ചിട്ട് പൊന്മളിനെ കൊണ്ടാണ് വെള്ളം കുടിപ്പിച്ചു. പൊന്മള വെള്ളം കുടിച്ചിട്ട് അന്തം മുട്ട പറിച്ചോനെ ഇത് എതിർക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിലെ ഡേവിഡ് സ്റ്റാർ ജൂതന്മാരുടെ സ്റ്റാർ, ആ സ്റ്റാർ റസൂലുള്ളാഹിന്റെ സ്റ്റാറാണ്. അപ്പൊ പിന്നെ ഈ ജൂതന്റെ കൊടി എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ കേട്ടു എടുത്തുകൊണ്ടിച്ചു നമ്മൾ റസൂലുള്ളാഹിന്റെ കൊടിയാണ് പറഞ്ഞിട്ട്. അതിനു വേണ്ടി അവരുടെ സൈറ്റിൽ, ജൂതന്മാരുടെ സൈറ്റിൽ, എന്റെ കയ്യിലുണ്ട്, ജൂതന്മാരുടെ സൈറ്റിലാണ് ഈ കപ്പ് ആദ്യമായി വന്നിട്ടുള്ളത്. ഇസ്രായേൽ മിനിസ്റ്ററിയുടെ സൈറ്റിലാണ്. ഇസ്രായേൽ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ഇവരെ സൈറ്റിലാണ് ആദ്യമായിട്ട് ഈ കപ്പ് പുറത്തു വരുന്നത്. പിന്നെയാണ് കാന്തപുരത്തിന്റെ കയ്യിൽ ഈ കപ്പ് കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വെള്ളം കുടിച്ചു എന്ന് പറയുന്ന ഈ കപ്പ് ആദ്യമായി വരുന്ന ഇസ്രായേലിന്റെ സൈറ്റിലാണ്. ഈ ജൂത സ്റ്റാർ അടക്കം ഇസ്രായേലിന്റെ സൈറ്റിൽ ഈ കപ്പ് വരുമ്പോ അത് പിന്നെ കേരളത്തിൽ അത് മുസ്ലിം ഉമ്മത്തിന്റെ അടുക്കലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം പിന്നെ ആർക്കുള്ളത്? ആരാ ജൂതന്റെ ഏജന്റ്? ഓനുണ്ടാവും. ആരാ ജൂതന്റെ ഏജന്റ്? അയാൾക്കുണ്ടാവും ഉത്തരവാദിത്തം, അയാളെ നിർവഹിച്ചു. ഇത് വളരെ വ്യക്തമായ തെളിവാണ്. നമ്മൾ വെറുതെ എന്തെങ്കിലും സനദില്ലാതെ പറയില്ല, വളരെ വ്യക്തമായ തെളിവ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിലിട്ട് കാണിച്ചു തരാൻ പറ്റും, സ്കാൻ ചെയ്യാൻ പറ്റില്ല. ഉസ്താദ് ഇൻഷാ അല്ലാഹ് പിന്നെ ദിവസം ഉസ്താദിനെ കൊടുത്തിട്ടുണ്ടാവും, ഉസ്താദ് കാണിച്ചു തരും പറ്റും. അപ്പൊ എല്ലാ തെളിവുകളും നമ്മളെ കൈകളിലുണ്ട്. നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു വർത്താനം പറയല്ല. അപ്പൊ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, പിന്നെ നോക്കുമ്പോഴാണ് അതില് പിന്നെ ഹിജ്റ 180 പുള്ളിയും കുത്തൊക്കെ കാണുന്നത്. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ പുള്ളിയും കുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ, ഹർക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അത് പിന്നെ ഹിജ്റ 180 ഉണ്ടാക്കിയതാ. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാലത്തുണ്ടായിരുന്നു എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ പരിപൂർണമായും പൊളിഞ്ഞപ്പോൾ അത് കൊണ്ടുപോയി. പിന്നെ ഇപ്പൊ പുതിയത് കിട്ടിയിരുന്നത് ഒരു താടി രോമ ഉണ്ടാകുന്ന ആദ്യം താടി രോമ ഉസ്താദിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞതാരാ? താഹിർ സഖാഫി. അന്ന് താഹിർ സഖാഫി പറഞ്ഞത് തിരുത്തിക്കൂടുന്ന് പറഞ്ഞതാരാ? ഇവലെന്നെ. അവസാനം പിന്നെന്തായി? ആ താടി രോമം പിന്നെ എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടിയത്? താഹിർ സഖാഫി പാരാ സത്യത്തിലോ അഭിപ്രായത്തിൽ കാര്യപ്പെട്ടൊരു വലിയാണ് അല്ലേ. കാരണം താഹിർ സഖാഫി ആദ്യം പറയാൻ, പിന്നെ ആ സംഭവം വേറൊരാൾ കൊണ്ടുവരാം. അതേസമയം നമ്മുടെ ഉസ്താദുമാരേക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി സംസാരത്തിൽ നോക്കിക്കൊള്ളും, നമ്മളത് അവിടെ തിരുത്തിയേക്കാം. ഇവരങ്ങനെയല്ല, ഇവരൊക്കെ എന്തെങ്കിലും അബദ്ധം പറ്റിയ പിന്നെ ആ സാധനം കൊണ്ടുവയ്ക്കാം. താഹിർ സഖാഫി താടി രോമുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മദീനത്തുന്ന ഒരാൾ കൊണ്ട് താടി രോമം കൊടുത്തു പറഞ്ഞു. ഒരു അബദ്ധം സുബദ്ധമാക്കാതെ ശ്രമാവിൽ നടത്താം. നമ്മളെന്താ ചെയ്യാ? ഒരബദ്ധം പറ്റി. ബഹുമാനപ്പെട്ട പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കാട് പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു ഒരു വിഷയത്തിൽ. എന്ത്? ഇങ്ങനെ ഒരു കേശം ഹസ്രജിയുടെ കുടുംബത്തിലുണ്ട് എന്നാണ്. ഒരു കേശം ഹസ്രജിയുടെ കുടുംബം. അതൊക്കെ ഇവിടെ ഇന്നലെ വിശദീകരിച്ച് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കാട് ഉസ്താദിനെ എന്തൊക്കെ അവർ പറഞ്ഞത്? ഒരു കേസുണ്ട്. ആ കേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടേതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അത് അവിടെ ഇടക്കിടക്കൊക്കെ എക്സിബിഷനായി കാണിച്ചു കൊടുക്കാറുണ്ട്. ഇതിലെ വിവരം കൃത്യമായി പറഞ്ഞു. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. ഉസ്താദ് അവരുകൾ അത് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തി. പണ്ട് ഒരു നാട്ടില് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ അടുക്കലേക്ക് ഒരു രോഗിനെ കൊണ്ടുപോയി. തെങ്ങുമെന്ന് വീണിട്ട് രോഗിനെ കൊണ്ടുപോയപ്പോ ഡോക്ടറിന് ചൂടായി. ഈ ഡോക്ടറാണ്. മൂപ്പര് എന്തൊരു അരമണിക്കൂർ മുമ്പ് കൊണ്ടുണ്ട്. അതിൽ അയാൾ വെച്ചിട്ട് അത് വീണിട്ടുണ്ടേ. അപ്പൊ അതേമാതിരി അവർ പറയുന്നത് ഇതൊക്കെ വ്യാജമാണ്, ആദ്യം പറയണ്ടേ. അതിന് സനതൊന്ന് വായിച്ചിട്ടുണ്ടേ. സനത് വായിച്ചപ്പോഴല്ല മനസ്സിലായത് ഇത് വിതരണം ചെയ്യേണ്ടതിന്റെ 7 കൊല്ലം മുമ്പ് ഷഹീദായ റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു തആലയുടെ കൈകളിലൂടെ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് വായിച്ചു കിട്ടാനുള്ള താമസം ഉണ്ടായി. വായിച്ചു കേട്ടപ്പോ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കാട് പറഞ്ഞു, അത് വ്യാജമാണ് പറഞ്ഞു. വേറൊന്നും ഉണ്ടായില്ല. പിന്നെ രണ്ടാമതൊരു വെല്ലുവിളിയാ. എന്തിനാ വെല്ലുവിളിച്ചു എന്ന് പറയേണ്ട ധൈര്യം അവർക്കുണ്ടോ? എന്താ വെല്ലുവിളിച്ചത്? അവിടെ കെട്ടുമുടികളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കാട് ഉസ്താദ് സംസാരിച്ചു. നീളം കൂടുതലുള്ള മുടികളുണ്ട്. ഇങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കാട് സംസാരിച്ചപ്പോ പേരോട് പ്രേമ സഖാഫി പറഞ്ഞു, എങ്കിൽ ടിക്കറ്റ് ഫ്രീ നമുക്ക് പോകാം. വേണമെങ്കിൽ രണ്ടാളത്തെ സാക്ഷിക്കും കൂട്ടിപ്പോലും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിക്കോട്ടെ, മറ്റൊന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയിക്കോട്ടെ, ഒരു രണ്ടാളും വിളിച്ചാൽ കിട്ടൂലെത്തിയിട്ടാണ് ഇയാൾ പറയുന്നത്. മൂപ്പര് മന്ത്രിയല്ലേ, മൂപ്പരിപ്പം മുടിയുടെ നീളം നോക്കാൻ പോരല്ലേ, മൂപ്പര് കുടിയിൽ വന്ന് നീളം നോക്കാൻ സമയമുണ്ടാവില്ല. ആ സമയത്ത് മൂപ്പരിപ്പോ അവിടെ പോയി കണ്ട് ഹസ്രജിന്റെ ഓളം നീളം നോക്കാൻ പോവുക. അപ്പൊ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഒരിക്കലും പോരാത്ത ഒരാളെ മധ്യസ്ഥനായി പറഞ്ഞാൽ പിന്നെ ആ മധ്യസ്ഥം പോരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും അവസാനം എന്താ സംഭവിച്ചത്? ഇത് ഇയാൾ പോയിട്ട് അവിടെ കാവലിരുന്ന് എന്തിനാ? എന്ത് നോക്കാനാണ് പോണത്? എന്ത് നോക്കാനാ? മുടിയുടെ നീളോ മുടിയുടെ കെട്ടും. കുറച്ച് കഴിഞ്ഞ് പോകുമ്പോ ഒരു പുസ്തകം ഇങ്ങനെ വരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ക്രൗൺ പ്രിൻസ് അല്ലെ, കൊച്ചു മുതലാളി കാന്തപുരത്തിന്റെ പൊന്നോമന പുത്രൻ ഒരു പുസ്തകം. എന്താ പുസ്തകം? തിരുകേശം മദീനയുടെ സമ്മാനം. അതിൽ മൂപ്പര് എഴുതി വെച്ചു 2 കെട്ടുകളുണ്ടവിടെ.
അത് നോക്കാനാണ് ഇവിടുന്ന് 25 റുപ്യുള്ള ബുക്കിനെ അല്ലേ ഉസ്താദിന്റെ കയ്യിലുണ്ടാവും. 25 റുപ്യന്റെ പുസ്തകം നോക്കാനാണ് 25,000 റുപ്യ അങ്ങോട്ട് പോണത്. അയാൾ തന്നെ എഴുതിയിട്ട് 2 കെട്ടുകളുണ്ട്. പിന്നെ എന്തിനാ പോകണം? എന്തിനായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വെല്ലുവിളിച്ചതെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും സാലിമ കുഞ്ഞോ അല്ലാത്ത കുഞ്ഞോ ഉണ്ടെങ്കിൽ വരും. അതാണ് ആദ്യം വെക്കേണ്ടത്. വെല്ലുവിളിച്ചു എന്ന് അവിടുന്ന് വെക്കല്ലേ വേണ്ടത്. വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന സ്ഥിതിയായി. ഇവർ കുടുങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമാണ് പറയാം, പിന്നെ അതിന് പെട്ടിട്ട് പിന്നെ അത് വിശദീകരിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അങ്ങനെ മുന്നോട്ട് പോവുക എന്നല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യത്തിന്റെ കൂടെ നിന്നത് വിശദീകരിക്കാനുള്ള യോഗം ഏതായാലും ഉണ്ടാവില്ല. കാരണം വ്യാജം കൊണ്ട് തുടങ്ങി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന് അസ്ഥിവാരമിട്ടത് ഒരു കാലഘട്ടത്തിന്റെ കുത്തുമ്പും സയ്യിദുമായിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു തആല അസ്റഹുൽ അദീദായിരുന്നു. ആ മഹാനവറുകൾ അന്ന് നിർവഹിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, തമ്പുരാനെ ഇതിന്റെ ആദ്യത്തെ ഉത്തരവാദിത്തം എന്റെ കൈകളിലാണെങ്കിൽ നീ ഇത് മഹദി ഇമാം റളിയല്ലാഹു തആല അൻഹുവിലേക്ക് എത്തിക്കണേ. അങ്ങനെ പറഞ്ഞ് ദുആ ചെയ്തൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിനെതിരെ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമ്മതം കൊണ്ട് രൂപീകൃതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ വ്യാജം കൊണ്ട് തുടങ്ങിയവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഏതൊരു സംഘത്തിനും ഇവിടെ സമ്മതം നൽകിയോ ആ സംഘത്തിന് വ്യാജമുണ്ടാക്കിയവർ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കും എതിരെയും വ്യാജമുണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എവിടെ വെച്ച് തുടങ്ങിയോ 25 വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ വ്യാജമുണ്ടാക്കിയവരെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കെതിരെ വ്യാജമുണ്ടാക്കിയിരിക്കുന്നു. ഇവരുടെ ഒരു മരുമകൻ പറഞ്ഞു നിങ്ങൾ കേൾക്കണോ? മണ്ണാർക്കാടുള്ള നാലകത്ത് അലി മുസ്ലിയാരുടെ മരുമകൻ, അദ്ദേഹത്തിന്റെ ലെറ്റർ എന്റെ കയ്യിൽ. ആ ലെറ്റർ അയാൾ പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മൊയ്ജിദത്ത് മുടി നിങ്ങൾ പറയുന്നില്ലേ? കാരണം എന്താ? ആദ്യ റസൂലുള്ളാഹിന്റെ മൊയ്ജിദത്ത് കൊണ്ട് നീണ്ടു പറഞ്ഞു മുടി നീണ്ടപ്പോ ഇത് കത്തി വെക്കുമ്പോഴോ ജിഷാൻമാരി പറഞ്ഞു ഞാൻ കത്തി വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മൊയ്ജിദത്തില്ല. ഇവരുടെ ഒരു മുടി തിരുമുടിയാക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മൊയ്ജിദത്ത് മുറിഞ്ഞു എന്നിവർ പറഞ്ഞു. അല്ലാഹു അവന്റെ ഹബീബിന് നൽകിയ പ്രത്യേകതകൾ മുഴുവൻ ഇല്ലാതെയാക്കിയിട്ട് ഈ സംഘടനക്ക് നിലനിൽക്കുന്നുള്ളൂ എങ്കിൽ ഞാൻ ആ സംഘടനയോട് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇവരുടെ പാലക്കാട് ജില്ല വ്യാജക്കാരിയുടെ ജനാബ് അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജക്കാരിയായ ഈ നാലകത്തലി മുസ്ലിയാരുടെ മരുമകനാണെന്ന് പറഞ്ഞത്. ഞാൻ സലാം പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം പോന്നു. അങ്ങനെ ഇവരെ മരുമക്കളൊക്കെ പോരും. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സുഹൃത്തുക്കളെ പോലെ പുറത്തുനിന്നെല്ലാം ഈ വീടിന്റെ ഉള്ളിൽ ഇവരുടെ വീടുകൾ അകത്തറകളിൽ മണിയറകളിൽ നിൽക്കുന്ന ആളുകൾ പോലും കൊഴിഞ്ഞു പോരുന്നു. ഇപ്പൊ പിന്നെ കുറച്ച് ആൾക്കാർക്ക് കാര്യം തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് 2-3 സംവാദ വ്യവസ്ഥകളിൽ പങ്കെടുക്കുമ്പോ അതുപോലെ തന്നെ 2-3 പരിപാടികൾ തുടർച്ചയായി കേൾക്കുമ്പോ അവർക്കും കാര്യം ബോധ്യപ്പെടും. അവരോട് നല്ല രീതിയിൽ ഞങ്ങൾ അതിനുവേണ്ടി നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾ ഈ ജൂതന്മാരുടെ പരിപാടി കണ്ടത് ഇത് ഇസ്രായേൽ സൈറ്റാണ്. ഇസ്രായേലിന്റെ സൈറ്റിലാണ് ആദ്യമായി ഈ കപ്പ് വന്നത്. നോക്കി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലെ കപ്പുകൾ നോക്കി അതുണ്ടെങ്കിൽ ഈ കപ്പ് ഇസ്രായേലിന്റെ സൈറ്റില് ഇസ്രായേലിയർ പറയാം ഇങ്ങനെ കപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ചതാണെന്ന് പറഞ്ഞ് ഇറക്കി വിടണം. ഇത് ഇറക്കി വിട്ടാലെ ഗുണം എന്താ? അവരെ ചിഹ്നുണ്ടായി, അവരെ കൊടി. ഈ കൊടി ലോകത്തോടുണ്ടെങ്കിലും അത് ഉയർത്തിപ്പിടിക്കുന്ന ഉത്തരവാദിത്തം പിന്നെ ആരെ കയ്യാവും? ഇസ്രായേലിന്റെ ഫ്ലാഗിൽ കണ്ടില്ല ഇങ്ങനെ 6 കോണുള്ള നക്ഷത്രം, അത് നിലത്ത് കൂടെ കിടക്കുമ്പോ നമ്മൾ എടുക്കും. കുറച്ചോനെ എന്റെ അമീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആദരിക്കുന്ന കൊടിയാണത് എന്ന് കരുതി ഉയർത്തിപ്പിടിക്കും. അങ്ങനെ ഉയർത്തിപ്പിടിപ്പിക്കാൻ വേണ്ടി ഇവരെ നടത്തുന്ന ജൂതന്മാര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കേശങ്ങൾ അത് എക്സിബിഷൻ നടത്തുന്നതിന്റെ പിന്നിലാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാര സമ്പന്നനല്ല എന്നിവിടെ പ്രചരിപ്പിക്കുന്ന ജൂതൻ. അതുകൊണ്ട് അത് എക്സിബിഷൻ നടത്തി ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഈ മുടിയുടെയും ചട്ടിയുടെയും ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജൂതലോഭികളാണ് ഇവർ എന്ന കാര്യത്തിൽ സംശയമല്ല. ഈ പേരോടത്തിരമ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ദനിജി മുസ്ലിയാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ചെറുശ്ശേരി ഉസ്താദ് കേശം കത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അദ്ദേഹം ജൂത മദ്ഹബുകാരനാണ്. അപ്പൊ എന്നും ഒരു മുടി എന്നും രാവിലെ നെയ്ച്ചാലും ഹസ്രജി ഒരു പിന്നെ അദ്ദേഹത്തിന്റെ കൈകളിലെ മുടികളെ ഏതാ നോക്കാൻ വേണ്ടി ആദ്യം ഇയാളെ തലയിൽ നിന്ന് മുടി എടുക്കും, അത് കത്തിച്ചു കത്തും, പിന്നെ ഇതിന്നൊരു മുടി എടുക്കും, അപ്പൊ കത്തൂല. ഡെയിലി ഈ പരിപാടി ചെയ്യുന്ന ഹസ്രജി അപ്പാരേക്കാരൻ
ദിവസം ഈ പരിപാടി ചെയ്യുന്ന ഹസ്രത്ത് ആരേക്കാരം ആരെ കയ്യിൽ നമുക്ക് മുടികിട്ടിയത് ബലന്നെ സമ്മതിക്കാണേ. അതൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഏത് കാര്യത്തിനും അങ്ങനെ ഉണ്ടല്ലോ, ഏത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ത് പറഞ്ഞാലും അത് പിന്നെ മെല്ലെ മെല്ലെ അങ്ങനെ പോരും. ഇപ്പൊ നമ്മളെ മറ്റേ ചങ്ങായികൾ എന്തൊക്കെ നോണ സ്വപ്നങ്ങളെ കണ്ടിരുന്നു, വ്യാജ സ്വപ്നങ്ങൾ. ഇന്ന് അള്ളാന്റെ തോഫീക്കോട് കൂടി നമ്മൾ പറഞ്ഞു ഈ കാണുന്നോ, പിന്നെ ഇന്നുവരെ കണ്ടില്ല. പകരണ്ടോ? പകരന്റെ ശിഷ്യനാണ് സാലിബ പുല്ലി. മൂപ്പർക്ക് ഉണ്ടായിട്ടാണെന്ന് ഇല്ലാതെ നോക്കുമ്പോൾ സാലിബ പുല്ലി ഇറങ്ങി. പകരണ്ടോ? ഞങ്ങളെ ചെറുപ്പത്തിൽ ഉണ്ടായ സംഭവമല്ലേ പറയുന്നത്. ഞങ്ങളിങ്ങനെ ഞങ്ങളൊരു ഒരു പള്ളി, ഒരു ചെറിയൊരു കരപ്പള്ളി, അവിടെ ഇങ്ങനെ തെറാവി നിസ്കരിക്കും. അപ്പൊ നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അതിലൊരു കുട്ടി ഇങ്ങോട്ട് ചെറിയോ കാന്തവരടക്ക് വരക്കണ മാതിരി ഈ മുട്ടിയാപ്പ് വരക്കണ പറയണല്ലോ, ചെറിയ മുട്ടിയപ്പം കുറച്ച. അതിൽ ഉസ്താദ് വന്നു, അയാളെ ചിരിക്കുന്നു ചോദിച്ചു. അല്ല ഉസ്താദ് ഞാൻ കുറച്ചതാണ്. അപ്പൊ നീ കുറക്കരുത് ഉസ്താദ്. ഒറിജിനലാണ് പിന്നെയും കുറക്കൂലേ. പിന്നെ 18 രണ്ടായിരത്തി കുറച്ചിട്ടില്ല. അതുപോലെ ഞങ്ങളോട് സ്വപ്നം ചോദിച്ചു. അത് ഞാൻ കണ്ടുപോയി കാണൂല. പിന്നെ ഒരു കൊല്ലായിട്ട് ചെങ്ങായി സ്വപ്നം കണ്ടിട്ടില്ല. ഇപ്പൊ സ്വപ്നത്തിന് ഒരാള് വേറെ. ഇവിടെ പ്രസംഗിച്ച മറ്റൊരു കുട്ടിയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ച് കാന്തപുരം സ്വർഗ്ഗത്തിൽ കടക്കുമ്പോൾ റസൂലുള്ളാഹി പിന്നിലേ. ഞാൻ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഉസ്താദിന്റെ കൈ പിടിച്ച് ഞാൻ സ്റ്റേജിൽ കയറി അഷ്റഫുൽ ഉസ്താദിനെ ഞാൻ പിടിച്ച് കയറ്റാം. കാന്തപുരാണ് റസൂലുള്ളാഹിനെയും കൂടി സ്വർഗ്ഗത്തിൽ കയറ്റുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. ഇതൊക്കെ കേൾക്കാൻ ഒരു തോഫീക്ക് നിങ്ങൾക്ക് ഉണ്ടായാലും നിങ്ങളുടെ അവസ്ഥ ആലോചിക്കാൻ നിങ്ങൾ അല്ലേ? ഇതൊക്കെ ഒരു മനുഷ്യന്മാര് പറയുമ്പോ ഇരുന്ന് കേൾക്കാൻ കഴിയാറിനാല് ഈ പറയാനൊന്നും ബാക്കിയുണ്ടാവില്ല. പറഞ്ഞു അള്ളാന്റെ മേലെയും പറയും, ഒക്കെ പറയും. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുകൊണ്ട് മെല്ലെ ഇത് മുഴുവൻ മുങ്ങുന്നതിന് മുമ്പ് തടി സലാമത്താക്കണം. നമുക്കിവിടെ സലാമത്തിന്റെ ഒരു കപ്പലായി ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ആ കപ്പലിൽ കയറാതെ വഹാബികളും മൗദൂദികളുമാണ്. ആ കപ്പലിൽ നിന്ന് ചാടിയിറങ്ങി ഒരു വാഴപ്പന്ത് പിടിച്ചുകൊണ്ട് വ്യാജ കപ്പലുണ്ടാക്കി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കപ്പൽ ഓവർടേക്ക് ചെയ്യാമെന്ന് ആരെങ്കിലും ശ്രമിക്കും. തൽക്കാലം അത് നല്ല സ്പീഡ് ഉണ്ട് തോന്നും. സ്പീഡ് എടുക്കാന്ന് നിങ്ങൾ താഴത്തേക്കാണ്. കടലിലേക്ക് ചാടി നമ്മൾ എടുത്താണ് പുറത്തേക്ക് വിട്ടു. പിന്നെ കടലിൽ കുറച്ച് സ്പീഡ് തോന്നും താഴത്തേക്കിനെ മുങ്ങുമ്പോ. പക്ഷെ നിങ്ങൾ മുങ്ങുന്നത് അഗാധ വെള്ളത്തിലേക്കാണ്, ബഹറിന്റെ എന്ന് മനസ്സിലാക്കണം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പാന്റെ കപ്പലിലേക്ക് തിരിച്ച് കയറുകയല്ലാതെ മഹദി ഇമാം റളിയല്ലാഹു തആലയിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല എന്നെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് താൽക്കാലികമായി ഞാൻ നിർത്തുന്നു. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.